CK രവിശങ്കറിലേക്കാണ് പോകുന്നത്. ശ്രീ രവിശങ്കർ, നാളെ കേരളപ്പിറവിയോടനുബന്ധിച്ച് മുഖ്യമന്ത്രി നിറഞ്ഞ സദസ്സിൽ പ്രഖ്യാപിക്കുകയാണ്. വിശിഷ്ട അതിഥികളുമുണ്ട്. ദരിദ്രമുക്ത സംസ്ഥാനം. പക്ഷേ ഈ ഒരു പ്രഖ്യാപനം വരുന്നതിന് തൊട്ടു മുൻപ് സാമൂഹിക സാംസ്കാരിക രംഗത്തെ വിദഗ്ധർ ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്ത് ആധികാരികമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഒരു വിഭാഗം ജനതയെ അതിദരിദ്രർ എന്ന് വിലയിരുത്തിയത്? അതിനുശേഷം അവർ അത് മറികടന്നു എന്ന് പറയുമ്പോഴും മറ്റൊരു വിഭാഗം അവശേഷിക്കുന്നില്ലേ എന്നുള്ളത്. ഇത്തരം സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ അതിദരിദ്രമുക്ത കേരളം എന്നുള്ള പ്രഖ്യാപനവുമായി മുന്നോട്ടു പോകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ സുതാര്യത അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് വരും കാല തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇടതുപക്ഷ സർക്കാർ എന്താണ് അവകാശപ്പെടുന്നത്? ആദ്യം തന്നെ നമസ്കാരം. ഞങ്ങളുടെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു അതിദാരിദ്ര്യ വിമുക്ത കേരളം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിനായി ഞങ്ങൾ വലിയ ഒരു പ്രയത്നമാണ് കേരളത്തിൽ നടത്തിയത്. കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു അതിദാരിദ്ര്യരെ കണ്ടെത്താനുള്ള ഒരു സർവേ നടത്തിയത്. അത് കേരളത്തിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതിൽ കുറ്റമറ്റ രീതിയിൽ തന്നെ അവരുടെ ആ സേവനം പ്രയോജനപ്പെടുത്തി എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. എല്ലാ പഞ്ചായത്ത് ഒരു സ്വാഭാവികമായി നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ആ വാർഡിലെ എല്ലാ ആളുകളെയും അറിയാൻ കഴിയും. അവിടെ ആരാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, ആരാണ് ദാരിദ്ര്യമില്ലാത്തവർ, അതോടൊപ്പം അവിടുത്തെ കുടുംബശ്രീ പ്രവർത്തകർ, അവിടുത്തെ ആശാ പ്രവർത്തകർ, അവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ, ഇവരെല്ലാം ക്ലബ് ചെയ്യിച്ചുകൊണ്ടാണ് ഈ ദാരിദ്ര്യ കുടുംബങ്ങളെ കണ്ടെത്താനുള്ള ഞങ്ങളുടെ സർവേ പൂർത്തീകരിച്ചത്. ആ സർവേയിലൂടെയാണ് ഞങ്ങൾ ഈ 64 ആ സർവേയിൽ തന്നെ കണ്ടെത്തിയ ആളുകളെല്ലാം വീണ്ടും വിശകലനം ചെയ്ത് വീണ്ടും പരിശോധിക്കപ്പെട്ട് അതിൽ നിന്ന് ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന 64,006 കുടുംബങ്ങളെ കേരളം കണ്ടെത്തി. ആ 64,006 കുടുംബങ്ങൾക്ക് വേണ്ടുന്ന ഭക്ഷണം, ചികിത്സാ സംവിധാനങ്ങൾ, അവരുടെ യാത്രാ സംവിധാനങ്ങൾ, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവർക്ക് ലൈഫ് പദ്ധതി ഉൾപ്പെടുത്തി വീടുകൾ നൽകുക, ഇവയെല്ലാം നൽകിക്കൊണ്ട് കേരളം രാജ്യത്തിന് മാതൃകയാവുന്ന കാഴ്ചയാണ് നാളെ കാണാൻ പോകുന്നത്. അത്തരത്തിലൊരു വലിയ മാറ്റം ഈ രാജ്യത്തുണ്ടാക്കിയ ഏക സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അത്തരം ഒരു മാറ്റം കാണുമ്പോൾ ഇന്ത്യയിലെ മറ്റ് 27 സംസ്ഥാനങ്ങൾക്കും ഇത്തരം ഒരു നേട്ടം കൈവരിക്കാൻ കഴിയാത്തതിൻ്റെ അസൂയയാണോ അതല്ലെങ്കിൽ അതിലെ ഉള്ള ജാള്യതയാണോ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിങ്ങൾ 2024 ആരോഗ്യ ഒരു സർവേ പ്രകാരം വേൾഡ് ഹങ്കർ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യ 127 രാജ്യങ്ങളിൽ 105-ാം സ്ഥാനത്താണ്. നമുക്ക് മുകളിൽ ഉള്ളത് വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ്. അതിൽ തന്നെ ഇന്ത്യയുടെ തൊട്ടയൽ രാജ്യങ്ങളായ നേപ്പാളും അതുപോലെ ശ്രീലങ്കയും ബംഗ്ലാദേശും അടക്കം ഇന്ത്യയേക്കാൾ പട്ടിണിയുടെ കാര്യത്തിൽ പുറകിലാണ്. എന്നാൽ നമുക്ക് ആശ്വസിക്കാൻ വകയുള്ളത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ് നമ്മളെക്കാൾ കൂടുതൽ പട്ടിണി ഉള്ളതെന്ന് കണ്ടെത്തും. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്ഥിതിയെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ. ഒരു സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്ക് പോലും ഒരുപക്ഷെ വളരെയേറെ കാലം എടുക്കേണ്ടി വന്നിട്ടുണ്ട് പട്ടിണി നിവാരണം ചെയ്യാൻ. ഇവിടെ ഒരു മുതലാളിത്ത രാജ്യത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലെ ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെൻറ്, ഒരു ഇടതുപക്ഷ ഭരണം പിന്തുണ ഗവൺമെൻറ് ഇത്ര ഒരു വലിയ നേട്ടം കൈവരിക്കുമ്പോൾ അതിനെ അഭിനന്ദിക്കുന്നതിന് പകരം അതിനെ ഇകഴ്ത്തി കാട്ടുന്ന സമീപനം സ്വീകരിക്കുന്നത് എത്രത്തോളം ശരിയാണ് എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കണം. ഇന്ന് ചില റിപ്പോർട്ടുകൾ ഞാനും കണ്ടു. പല വാർത്താ മാധ്യമങ്ങളുടെയും പലരുടെയും ഞാനിപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ആ റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കാണുമ്പോൾ ഈ മഹത്തായ ഒരു നേട്ടത്തെ, ഇത് രാഷ്ട്രീയ നേട്ടമൊന്നുമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിയുള്ള കാര്യമൊന്നുമല്ല, കഴിഞ്ഞ പ്രകടന പത്രികയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം കൂടി പാലിക്കപ്പെടുകയാണ്. അതിന് ഇത്രയും താമസമെടുത്ത് 4 വർഷത്തെ അതിൻ്റെ സർവേകളെല്ലാം നടത്തിയാണ് എടുത്തത്. അല്ലെ ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടോ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടോ ഒന്നും നടത്തുന്ന ഒരു നേട്ടമായി ഇതിനെ കാണേണ്ടതില്ല. ഇത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായ അവരുടെ ജീവിത നിലവാരത്തിലെ ഉയർച്ച, കാലാകാലങ്ങളായി കേരളം നേടിയെടുത്ത നേട്ടങ്ങളുടെ തുടർച്ച, അതിൻ്റെ ഭാഗമായി തന്നെ വരുന്നതാണ്.
അതിന് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത്, അതിൽ BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, മറ്റിതര രാഷ്ട്രീയ കക്ഷികളുണ്ട്, CPM ഉണ്ട്, ഇടതുപക്ഷത്തെ കക്ഷികളുണ്ട്, എല്ലാവരും ചേർന്ന് നടത്തിയ ആ പഞ്ചായത്ത് അംഗങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാരടക്കം അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരടക്കം അവരുടെ എല്ലാം കൂടെ സർവേയുടെ ഭാഗമായിട്ട് നടത്തിയ ഒരു നേട്ടത്തിൻ്റെ ഭാഗമാണ്. അതല്ലാതെ ഇതൊരു രാഷ്ട്രീയ ജിമിക്കിയാണെന്നോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുള്ള പ്രവർത്തനമാണെന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഇകഴ്ത്തി കാട്ടുന്നത് എത്രത്തോളം ചെറിയ നിലവാരത്തിൽ ചിന്തിക്കുന്നു എന്നതിൻ്റെ പ്രതീകം മാത്രമാണ്. ശരി, ശ്രീ CK രവിശങ്കർ, ഒരു ചോദ്യം കൂടി. സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക രംഗത്തെ വിദഗ്ധരാണ് ഇന്നൊരു തുറന്ന കത്തിലൂടെ ആ സംശയങ്ങൾ ഒരു ചോദ്യമായി ഉന്നയിച്ചത്. സർക്കാർ സ്വീകരിച്ച മാനദണ്ഡം എന്താണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ഡേറ്റ പബ്ലിഷ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? 64,006 കുടുംബങ്ങളിൽ ഒതുങ്ങുന്നതാണോ അതിദരിദ്രർ എന്നൊക്കെ. അതുമാത്രമല്ല, 2021 മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ ഇത്തരത്തിലൊരു പ്രഖ്യാപനം കൊണ്ടുവരുന്നു, 2025 അത് നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ വെറും 4 വർഷം കൊണ്ട് അതിദരിദ്രമുക്ത കേരളം എന്നുള്ളൊരു സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കുമോ എന്നുള്ള പ്രായോഗിക ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അപ്പോൾ ആ സംശയങ്ങൾക്ക് കൂടി ഒരു നിവാരണം വരുത്തേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ കടപ്പാടല്ലേ? കാരണം ഇപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആദിവാസി കുടുംബങ്ങളുണ്ട്. 1.16 ലക്ഷം ആദിവാസി കുടുംബങ്ങൾ ദാരിദ്ര്യത്തിൽ തന്നെയാണ് എന്നുള്ളതിൻ്റെ രേഖകളുണ്ട്. നിയമസഭ രേഖകളുണ്ട്. 5 ലക്ഷത്തിലധികം പേർ ഇപ്പോഴും മഞ്ഞക്കാടിന് ഉടമകളാണ് എന്നുള്ളത്, അതായത് അതിദരിദ്രരാണ് എന്നുള്ളത് മന്ത്രി GR അനിൽ വ്യക്തമാക്കിയ നിയമസഭ രേഖ 2 കൊല്ലം മുൻപ് ഉള്ളത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈ ലക്ഷങ്ങളൊക്കെ മാറി മറിഞ്ഞുകൊണ്ട് ഞങ്ങളിത് 64,000 കുടുംബങ്ങളെ കണ്ടെത്തിയിരിക്കുന്നു, വെറും 4 വർഷം കൊണ്ട് അവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിയിരിക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പ്രായോഗികത കൂടി സമൂഹത്തിലേക്ക് ചൂണ്ടിക്കാട്ടേണ്ടതല്ലേ? അങ്ങ് ചോദ്യം ചോദിച്ചത് വളരെ നന്നായി. ഇത് കേരളത്തിലെ ഗവൺമെൻറ് കഴിഞ്ഞ 4 വർഷം കൊണ്ട് നേടിയ നേട്ടമായി കാണേണ്ടതില്ല. കേരളത്തിലെ 1957 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് കാലം മുതൽ തന്നെ നടത്തിയിട്ടുള്ള വലിയ പരിഷ്കാരങ്ങളും വലിയ അല്ലെങ്കിൽ നയങ്ങളുമാണ് കേരളത്തെ ഇത്തരത്തിൽ എത്തിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് ഓർക്കണം, നമ്മുടെ നാട്ടിലുണ്ടായ വിദ്യാഭ്യാസപരവും ആരോഗ്യപരവുമായ പുരോഗതി, സാമൂഹ്യമായി ഉണ്ടാകിയ മാറ്റങ്ങൾ, സാമ്പത്തികമായി ഉണ്ടായ മാറ്റങ്ങൾ, ഇതെല്ലാം ഇതിൽ ബാധകമാണ്. നാട്ടിലെ ജനങ്ങൾക്ക് ഭൂമി കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു ജനവിഭാഗം ജനങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കിയത് അത് അവരുടെ സാമൂഹ്യ സാമ്പത്തിക നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസം കിട്ടിയത്, ആ വിദ്യാഭ്യാസ ലഭ്യതയോടുകൂടി തന്നെ അവരുടെ സാമ്പത്തിക നിലയിൽ അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നു, അവർക്ക് ഉയർന്ന ജോലികൾ നേടാൻ സഹായിക്കുന്നു. അങ്ങനെയുള്ള മാറ്റങ്ങൾ. അപ്പോൾ സാർവത്രികമായും സൗജന്യമായ വിദ്യാഭ്യാസം കേരളത്തിലെ ഈ മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. കർഷക തൊഴിലാളി പെൻഷൻ അടക്കമുള്ള ധാരാളം ക്ഷേമ പെൻഷനുകൾ, ആ ക്ഷേമ പെൻഷനുകൾ വലിയ ഒരു നിശ്ചിത വരുമാനം ഈ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടുന്ന ഒരു പ്രക്രിയയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ കുടുംബശ്രീയുടെ മൈക്രോ ഫൈനാൻസ് സമ്പ്രദായങ്ങളടക്കം, അപ്പോൾ കുടുംബശ്രീയിലെ സ്ത്രീകളടക്കമുള്ള അവരുടെ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള അവരുടെ സാമ്പത്തിക മാറ്റങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങളിലൂടെ ഒക്കെ കേരളം കഴിഞ്ഞ ഏറെക്കാലമായി ഈ നടപടികളൊക്കെ നടന്നത് നിങ്ങൾ ഓർക്കണം. ഈ 1957 കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമവും, ഞാൻ ഒന്ന് പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് ഇവിടെ എനിക്ക് തരണം. ഭൂപരിഷ്കരണ നിയമവും സാർവത്രികമായ വിദ്യാഭ്യാസ നയവും അതോടൊപ്പം പിന്നീട് സാക്ഷരതാ പ്രസ്ഥാനവും പിന്നീട് വന്നിട്ടുള്ള ജനകീയ ആസൂത്രണവും കുടുംബശ്രീ രൂപീകരണവും അതിൻ്റെ ശാക്തീകരണങ്ങളും മൈക്രോ ഫൈനാൻസും എല്ലാം കേരളത്തിൻ്റെ വലിയ മാറ്റങ്ങൾ, അതിവിപുലമായ മാറ്റങ്ങൾ കേരളത്തിലുണ്ടാക്കുകയും ആ മാറ്റങ്ങളുടെ അവസാനത്തിൻ്റെ എന്ന തരത്തിലാണ് ഈ 64,006 അതിദരിദ്ര കുടുംബങ്ങളെ, ഞാൻ ദരിദ്ര കുടുംബങ്ങൾ എന്നല്ല പറഞ്ഞത്, അതിദാരിദ്ര്യം അനുഭവിക്കുന്ന 64,006 കുടുംബങ്ങളെ കണ്ടെത്താനും അവരെ ആ ദാരിദ്ര്യത്തിൽ നിന്ന് വ്യക്തമാക്കാനുള്ള KSRTC അടക്കം അവർക്ക് സൗജന്യ യാത്ര ലഭ്യമാക്കിക്കൊണ്ടാണ് ഇത്തരം ഒരു മാറ്റത്തിലേക്ക് വരുന്നത്. കണക്കുകൾക്ക് നിങ്ങൾക്ക് പലതും പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമായിരിക്കും. പക്ഷേ നിങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യം ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന രാജ്യമല്ലേ? സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചോദിക്കാമല്ലോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്താ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്? ചോദിച്ചാൽ ഉത്തരം കിട്ടാതിരിക്കില്ലല്ലോ. പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്കും പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾക്കും അല്ലെങ്കിൽ ഭരണപക്ഷത്തിലുള്ള ആളുകൾക്കും എല്ലാം ചെയ്യാവുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഇതെല്ലാം മോശമാണ് എന്ന തരത്തിലുള്ള പ്രചരണം സംഘടിപ്പിക്കുന്നത് കേരളം നേടിയ നേട്ടങ്ങളെ ഇല്ലാതാക്കുന്നതിന്. അതിപ്പോൾ ഒരു കാര്യം എനിക്ക് പറയും, ചന്ദ്രൻ ഉദിച്ചു വരുമ്പോൾ ചിലപ്പോൾ പലർക്കും അസൂയ തോന്നാം, പക്ഷേ ചന്ദ്രൻ ഉദിച്ചുകൊണ്ടേ ഇരിക്കും. കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ തുടർ ഭരണം കേരളത്തിലെ ദാരിദ്ര്യ ജനവിഭാഗങ്ങൾക്ക് വലിയ ആശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. വീണ്ടും അവർ കേരളത്തിലെ ജനങ്ങൾ അത്തരം ഒരു മാറ്റത്തിലേക്ക് തന്നെ തുടരും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല.